ആരോഗ്യമേഖലയ്ക്ക് കരുത്തും കരുതലുമാണ് കേന്ദ്ര ബജറ്റ്. കേരളത്തിൽ പകർച്ചവ്യാധി പോലെ ക്യാൻസർ പടരുന്നതിനാൽ ഡേ കെയർ സെന്ററുകൾ ആരംഭിക്കുമെന്ന പ്രഖ്യാപനവും മരുന്നുകളുടെ വില കുറച്ചതും ഏറെ ആശ്വാസകരമെന്ന് പൊതുജനങ്ങളുടെ അഭിപ്രായം. സംസ്ഥാന ആരോഗ്യ മേഖലയ്ക്ക് ഏറെ ഗുണകരമായ പ്രഖ്യാപനങ്ങളാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റിലുള്ളത്. ആരോഗ്യ മേഖലയുടെ വികാസത്തിനുള്ള സുപ്രധാന പ്രഖ്യാപനങ്ങൾ നേരത്തെയും കേന്ദ്രം പ്രഖ്യാപിക്കുകയും നടപ്പിലാക്കുകയും ചെയ്തിരുന്നു. മറ്റു സംസ്ഥാനങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗബാധിതരുള്ള സംസ്ഥാനമായി കേരളം മാറുകയാണ്. പ്രതിവർഷം രോഗം സ്ഥിരീകരിക്കുന്നത് 20,000 പേർക്കെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ. ഈ സാഹചര്യത്തിൽ രാജ്യത്ത് ക്യാൻസർ ഡേ കെയർ സെന്ററുകൾ ആരംഭിക്കുമെന്ന പ്രഖ്യാപനം ഏറെ ആശ്വാസകരം പകരുന്നതാണെന്നാണ് ജനങ്ങളുടെ പ്രതികരണം. ക്യാൻസർ പേഷ്യൻസ് വളരെയധികം കൂടുതലാണ്. മാത്രമല്ല, മെഡിക്കൽ കോളേജിൽ എവിടെ വന്നാലും അവർക്ക് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യണം, സർജറിക്കായാലും എല്ലാത്തിനും. അപ്പോൾ പാവപ്പെട്ടവർക്ക് ഇതൊരു ഉപകാരമായിരിക്കും എന്ന് തോന്നുന്നു. മെഡിസിറ്റിയുടെ വില കുറച്ചത് എന്തായാലും സന്തോഷകരമാണ്. ഇഷ്ടംപോലെ നമ്മളിവിടെ നിന്ന് നോക്കിയാൽ ഇഷ്ടംപോലെ രോഗികൾ ഇവിടെ വന്ന് അറിയുന്ന അവിടെ ചെന്ന് കണ്ടാലേ ആ കാഴ്ച അറിയാൻ പറ്റും. അവർക്ക് എത്രത്തോളം അത് ഗുണകരമാകുമെങ്കിൽ, നടപ്പിലാക്കുമെങ്കിൽ അത് ഏറ്റവും ഗുണകരമായിരിക്കും. ഭയങ്കര സപ്പോർട്ടല്ലേ, അത് നല്ല കാര്യമല്ലേ. അതിനുള്ള സെൻസറി നിങ്ങൾ എടുക്കേണ്ടത് അത് കണ്ടിപ്പാൽ തീർച്ചയായും വേണം. പ്രത്യേകിച്ച് ക്യാൻസർ പേഷ്യൻ്റ് വർദ്ധിച്ചു വരുന്നതല്ലേ. ഇപ്പം ജീവൻ രക്ഷാ മരുന്നുകളുടെ വില കുറയ്ക്കുന്നത് നല്ലത് തന്നെ. ഇപ്പോൾ ജനൌഷധി പോലത്തെ ഒരു സ്ഥാപനം ഉണ്ടല്ലോ, അത് ഒത്തിരി പേർക്ക് ഉപകാരമാകുന്നു. അതുകൊണ്ട് നല്ല കാര്യമാണ്. ജീവൻ രക്ഷാ മരുന്നുകൾക്ക് നികുതി ഇളവ് പ്രഖ്യാപിച്ചതിനെയും പൊതുജനങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ആരോഗ്യ സേവനങ്ങളിലെ വിടവുകൾ നികത്താനും രോഗികൾക്കും കുടുംബത്തിനും പിന്തുണ നൽകാനും കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്ന പദ്ധതികൾ രോഗികൾക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ്. ജനം, തിരുവനന്തപുരം.